Morning, students. A.P.J. Abdul Kalam Technological University S2 semester regular and supplementary examinations August 14 ആരംഭിക്കുകയാണ്. 14/8/2023 നടക്കുന്ന MAT 102 വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് ഈ പേപ്പർ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പേപ്പറിലെ 5 മോഡ്യൂൾ, ഓരോ മോഡ്യൂളിലെയും മോഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അതോടൊപ്പം തന്നെ ഈ ഓരോ മോഡ്യൂളിലും മുൻ വർഷങ്ങളിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ചേർത്ത് വെച്ചുകൊണ്ട് മറ്റു 5 പ്ലേലിസ്റ്റുകളും അതോടൊപ്പം തന്നെ ജൂൺ 2022, ജൂലൈ 2021 വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പൂർണ്ണ രൂപവും അതെങ്ങനെ നമുക്ക് എഴുതാം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റു 3 പ്ലേലിസ്റ്റുകളും അങ്ങനെ മൊത്തം 13 പ്ലേലിസ്റ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് പ്ലേലിസ്റ്റുകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ നമ്മുടെ മോഡൽ കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ആണ്. ഈ കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ മോഡ്യൂൾ 1 ആണ്. ഈ മോഡ്യൂൾ 1-ലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ പ്ലേലിസ്റ്റ്. രണ്ടാമത്തെ പ്ലേലിസ്റ്റ് ഈ മോഡ്യൂൾ 1-ൽ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ പ്ലേലിസ്റ്റ്. മൂന്നാമത്തെ പ്ലേലിസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളായ വെക്ടർ ഇന്റഗ്രൽ തിയറം. വെക്ടർ ഇന്റഗ്രൽ തിയറത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ് മൂന്നാമത്തെ പ്ലേലിസ്റ്റ്. നാലാമത്തെ പ്ലേലിസ്റ്റ് വെക്ടർ ഇന്റഗ്രൽ തിയറത്തിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് നാലാമത്തെ പ്ലേലിസ്റ്റ് വരുന്നത്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. അഞ്ചാമത്തെ പ്ലേലിസ്റ്റിലെ നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളായ ഓർഡിനറി ഡിഫറൻഷിയേഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളത്. ആറാമത്തെ പ്ലേലിസ്റ്റിൽ ഈ ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ആറാമത്തെ പ്ലേലിസ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഏഴാമത്തെ മോഡ്യൂളിൽ നമ്മുടെ നാലാമത്തെ മോഡ്യൂളായ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഞാൻ ഏഴാമത്തെ മോഡ്യൂളായ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. എട്ടാമത്തെ മോഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ എട്ടാമത്തെ പ്ലേലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒമ്പതാമത്തെ പ്ലേലിസ്റ്റിൽ നമ്മുടെ അഞ്ചാമത്തെ മോഡ്യൂളായ ഫോറിയർ ട്രാൻസ്ഫോമിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഞാൻ ഒമ്പതാമത്തെ പ്ലേലിസ്റ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പത്താമത്തെ പ്ലേലിസ്റ്റിൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ പത്താമത്തെ പ്ലേലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. 11ാമത്തെ പ്ലേലിസ്റ്റിൽ ജൂൺ 2022 ചോദിച്ച ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാം, ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള വിവിധ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ആണ് ജൂൺ 2022. അതുപോലെ ജൂൺ 2021 ഫോർറൂം സെക്ഷനിലും ജൂലൈ 2022 ആഫ്റ്റർനൂൺ സെക്ഷൻ എക്സാമിനേഷൻ നടത്തിയിരുന്നു. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെയും മൊത്തത്തിലുള്ള ഒരു വിവരണവും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 13 പ്ലേലിസ്റ്റുകളും നിങ്ങൾ വ്യക്തമായി വാച്ച് ചെയ്യുകയും ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 90% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ചെയ്ത് പഠിക്കാൻ നിങ്ങൾ മറക്കരുത്. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോ ഇങ്ങനെ കണ്ടുപോകുന്ന കുട്ടികൾ, ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷനോ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്റെ ചാനലിന്റെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ മൊബൈൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 9495838706 ആണ് എന്റെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മൊബൈൽ നമ്പറിൽ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതിലെല്ലാത്തിലുപരി നിങ്ങൾക്കൊരു ഓൺലൈൻ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാവുന്നതാണ്. അപ്പോ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുവെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഈശ്വരന്റെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ. സർവേശ്വരന്റെ മുഴുവൻ അനുഗ്രഹവും നിങ്ങൾ ഉണ്ടാകട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫോർ ദി യൂണിവേഴ്സിറ്റി upcoming university examination. Okay.